ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോ ബാക്കിനെ കുറിച്ചാണ്. നടുവേദന കുറേ ആൾക്കാർക്ക് വരാറുണ്ട്. സാധാരണ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 80% ഓഫ് ആൾക്കാർക്ക് നടുവേദന വരാറുണ്ട്. ഈ നടുവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസ്ക് ബൾജ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക് ബൾജ് ഉള്ള പേഷ്യന് എന്തൊക്കെ സിംറ്റം വരാം? നമുക്ക് സാധാരണ വരുന്ന പേഷ്യൻറ്റ് ഡോക്ടറെ എനിക്ക് നടുവിൽ നല്ല വേദന ഉണ്ടെന്ന് പറയും. പിന്നെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസസിൽ പേഷ്യൻറ്റ് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് നടുവിന്ന് കാല് വരെ റേഡിയേഷൻ പെയിൻ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് കാഫ് മസിൽസിൻ്റെ അടുത്ത് നന്നായിട്ട് പുള്ളിങ് പെയിൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല കുറച്ചും കൂടി ഡിസ്ക് പ്രിലാപ്സ് സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പേഷ്യൻറ്റ് പറയും എനിക്ക് നന്നായിട്ട് കാലിൽ തരിപ്പ് വരുന്നുണ്ട്, ഈ പാദത്തിലാണെങ്കിൽ നന്നായിട്ട് തരിപ്പ് വരുന്നുണ്ട്, എനിക്ക് സെൻസേഷൻ കുറഞ്ഞതുപോലെ ഫീൽ ആവുന്നുണ്ട്. അതുമാത്രമല്ല പ്രത്യേകിച്ച് ബിഗ് ടോയിൽ പെരുവിരലിൽ എനിക്ക് വീക്ക്നെസ് തോന്നാറുണ്ട്, ആ വിരലാണ് കൂടുതൽ എനിക്ക് തരിപ്പ് പോലെ സെൻസേഷൻ നംനെസ് വരാറുണ്ടെന്ന് കുറേ പേഷ്യൻ്റ് പറയും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഭാരതി, ചീഫ് കൺസൾട്ടൻറ്റ് AL ആരോഗ്യ സ്പൈൻ ആൻഡ് ബോൺ കെയർ സെൻറ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോ ബാക്കിനെ കുറിച്ചാണ്. നടുവേദന കുറേ ആൾക്കാർക്ക് വരാറുണ്ട്. സാധാരണ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 80% ഓഫ് ആൾക്കാർക്ക് നടുവേദന വരാറുണ്ട്. ഈ നടുവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസ്ക് ബൾജ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക് ബൾജ് ഉള്ള പേഷ്യന് എന്തൊക്കെ സിംറ്റം വരാം? നമുക്ക് സാധാരണ വരുന്ന പേഷ്യൻറ്റ് ഡോക്ടറെ എനിക്ക് നടുവിൽ നല്ല വേദന ഉണ്ടെന്ന് പറയും. പിന്നെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസസിൽ പേഷ്യൻറ്റ് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് നടുവിന്ന് കാല് വരെ റേഡിയേഷൻ പെയിൻ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് കാഫ് മസിൽസിൻ്റെ അടുത്ത് നന്നായിട്ട് പുള്ളിങ് പെയിൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല കുറച്ചും കൂടി ഡിസ്ക് പ്രിലാപ്സ് സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പേഷ്യൻറ്റ് പറയും എനിക്ക് നന്നായിട്ട് കാലിൽ തരിപ്പ് വരുന്നുണ്ട്, ഈ പാദത്തിലാണെങ്കിൽ നന്നായിട്ട് തരിപ്പ് വരുന്നുണ്ട്, എനിക്ക് സെൻസേഷൻ കുറഞ്ഞതുപോലെ ഫീൽ ആവുന്നുണ്ട്. അതുമാത്രമല്ല പ്രത്യേകിച്ച് ബിഗ് ടോയിൽ പെരുവിരലിൽ എനിക്ക് വീക്ക്നെസ് തോന്നാറുണ്ട്, ആ വിരലാണ് കൂടുതൽ എനിക്ക് തരിപ്പ് പോലെ സെൻസേഷൻ നംനെസ് വരാറുണ്ടെന്ന് കുറേ പേഷ്യൻറ്റ് പറയും. അതുമാത്രമല്ല കുറേ പേഷ്യൻറ്റ് പറയും, ഡോക്ടർ എനിക്ക് കിടന്ന് ഉറങ്ങുമ്പോഴാണ് കൂടുതൽ വേദന വരാറുണ്ട്, പിടിച്ച് വലിക്കുന്ന പോലെ വേദന വരുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് നടക്കുമ്പോഴും കൂടുതൽ വേദന വരുന്നുണ്ട്, കുറേ നേരം നിൽക്കുമ്പോൾ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ടീച്ചർമാരൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നടുവേദന കൂടുതലാണെന്ന് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. സോ ഈ കംപ്ലയിൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ഡിസ്ക് ബൾജ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഡിസ്ക് ബൾജിനെ കുറിച്ച് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ സ്പൈനൽ കാർഡ്. സ്പൈനൽ കാർഡിൽ കൂടുതൽ നമുക്ക് ഡിസ്ക് ബൾജ് വരുന്നത് ഈ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഡിസ്കിലാണ്. ഈ ഗ്രീൻ കളറായിട്ട് കാണുന്നത്, ഈ ബ്ലൂ കളറായിട്ടുള്ളത്, ഈ വയലറ്റ് കളറായിട്ടുള്ളതൊക്കെ എല്ലാണ്. അതിൻ്റെ നടുക്ക് ഉള്ളതാണ് നമ്മൾ പറയുന്ന ഡിസ്ക്. ഈ ഡിസ്ക് സാധാരണ നമുക്ക് ഒരു കുഷൻ പോലെ ഒരു ഫീലിങ്സിന് കൊടുക്കും. അപ്പോൾ സ്പൈനൽ കാർഡ് നമുക്ക് മൂവ് ചെയ്യാനും തിരിയാനും കുണിയാനും നിവർന്ന് നിൽക്കാനും ഈ ബോൺസ് ഒക്കെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു കുഷനായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഡിസ്കിൽ കൂടുതൽ പ്രശ്നം വരുന്ന ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ L4 L5ലും L5S1ലുമാണ് കൂടുതൽ ഡിസ്ക് ബൾജ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഡിസ്ക് ബൾജ്? ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് സാധാരണ ഈ ഡിസ്ക് നോർമലായിട്ട് ഈ ഷേപ്പിൽ ഈ എല്ലുള്ള ഈ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് നിൽക്കണം. ഇപ്പോൾ ഇതിന്ന് പുറത്ത് വരാൻ പാടില്ല. ഇതിന്ന് പുറത്ത് വരുമ്പോൾ ഈ സൈഡിൽ വരുന്ന നരമ്പിനെ നന്നായിട്ട് പോയി കംപ്രസ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഈ ഡിസ്ക് ഇതിന്ന് ബൾജ് ആയി അത് പുറത്ത് വരുമ്പോൾ എന്താ സംഭവിക്കും? ഈ സൈഡിലോട്ട് വരുന്നില്ലേ, ഈ ഞരമ്പിനെ നന്നായിട്ട് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഞരമ്പ് കാലിൽ വരെ സപ്ലൈ ആവും. അത് ഞാൻ നിങ്ങൾക്ക് ഇമേജ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കാർഡിൽ ആദ്യം ഉള്ള ഈ ഡിസ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോർമലായിട്ടുണ്ട്, ഈ ഞരമ്പ് നോർമലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിസ്ക് ആണെങ്കിൽ ഇത് നന്നായിട്ട് ബൾജ് ചെയ്തിട്ട് ഈ ഞരമ്പ് റൂട്ട് നന്നായിട്ട് കംപ്രസ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ക്രാസ് വ്യൂ ഇവിടെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഡിസ്കിൽ ഈ ഭാഗത്ത് ഒരു പ്രശ്നമില്ല, ഈ സൈഡിലുള്ള ഞരമ്പ് നന്നായിട്ട് സപ്ലൈ ആവുന്നുണ്ട്. പക്ഷെ ഈ സൈഡിലുള്ള ഞരമ്പാണെങ്കിൽ കംപ്രസ് ആവുന്നുണ്ട്. കാരണം ഈ ഡിസ്ക് ബൾജായിട്ട് ഈ ഞരമ്പിനെ സപ്ലൈ ചെയ്യാത്ത ഡിസ്റ്റർബ് ചെയ്യുക. ഇപ്പോൾ ഈ ഇമേജ് ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഡിസ്ക്,
ഈ ഡിസ്കിലെ ബാക്കിലുള്ളതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് നെർവ് സപ്ലൈ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് വരുന്നത് ലെഫ്റ്റ് കാലിലേക്ക് സപ്ലൈ ആവും, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് കാലിലേക്ക് സപ്ലൈ ആവും. ചില പേഷ്യൻ്റ് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് റൈറ്റ് കാല് മാത്രം വേദന ഉണ്ട്, ലെഫ്റ്റിൽ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇമേജിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു സൈഡ് മാത്രം നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക് പ്രൊലാപ്സ് ഏത് ഭാഗത്താണ് വന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും. ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലെഫ്റ്റ് സൈഡിലുള്ള നരമ്പിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില പേഷ്യൻറ്റിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നെർവ് മാത്രം കംപ്രഷൻ ആവും, ചില പേഷ്യൻറ്റിൽ റൈറ്റ് സൈഡിൽ വരുന്ന നെർവ് മാത്രം കംപ്രഷൻ ആവും. കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള പേഷ്യൻറ്റിൽ ഇത് മൂന്നും ചേർന്നിട്ട് കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് സ്പൈനൽ കോഡും കംപ്രഷൻ ആവും, അതിന് വരുന്ന ബ്രാഞ്ചിലും കംപ്രഷൻ ആവും. ചില പേഷ്യന്റിന് കുറച്ച് സിവിയർ ആയിട്ടുള്ളപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ലാത്ത ഈ നടുക്കുള്ള സ്പൈനൽ കോഡിലും കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട്, റൈറ്റ് സൈഡിലും കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കംപ്രഷൻ ആവുമ്പോൾ പേഷ്യന്റിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് കുറേ ഉണ്ടാവും. അത് മാത്രമല്ലാത്ത പേഷ്യന്റ് മോഷൻ പോവാൻ, യൂറിൻ പോവാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സിവിയർ ആയിട്ടുള്ള പേഷ്യന്റിന് ചില പേഷ്യന്റിന് എനിക്ക് മോഷനേ പോകുന്നില്ല എന്ന് ചില പേഷ്യന്റ് പറയും. ചില പേഷ്യന്റ് പറയും ഡോക്ടർ എനിക്ക് മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അത് മാത്രമല്ല ഇങ്ങനത്തെ രീതിയിൽ സിവിയർ ആയിട്ടുള്ള പേഷ്യന്റിൽ നടക്കാൻ തന്നെ പ്രശ്നം ഉണ്ടാവും. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് നടക്കുമ്പോൾ അവർ വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് എല്ലാ പേഷ്യന്റിനും അത്രയും സിവിയർ ആയിട്ട് വരത്തില്ല. ഇപ്പൊ നോർമലായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന എല്ലാ പേഷ്യന്റിനും അത്രയും സിവിയർ ആവുന്നൊന്നുമില്ല. ചില പേഷ്യന്റിന് വേദന മാത്രം പറയും. പ്രത്യേകിച്ച് ലേഡീസ് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാർ 2 വീലേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഡിസ്ക് പ്രൊലാപ്സ് വരും. പക്ഷെ സിവിയർ ആയിട്ട് കാണില്ല. എന്തുകൊണ്ട് അത്രയും സിവിയർ ആവുന്നില്ല? ഇപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്. ഈ ഡിസ്കില് 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് ന്യൂക്ലിയർ, മറ്റേത് ആനുലർ. ഈ ന്യൂക്ലിയർ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി പോലെയുള്ള ഒരു പാർട്ടാണ്. ഇപ്പോൾ ഇത് കുറച്ച് ഡാമേജ് ആകുമ്പോൾ, ഇപ്പോൾ സാധാരണ നമ്മൾ 2 വീലർ ഓടിക്കുമ്പോൾ ഒരു ഹമ്പിൽ കയറി ഇറങ്ങുമ്പോൾ ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡി മൊത്തം വെയിറ്റ് ഫുള്ളും താഴെ ലോ ബാക്കിൽ പോകും. അപ്പോൾ ചെറുതായിട്ട് ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേദന മാത്രം കാണത്തുള്ളൂ. ഇപ്പോൾ നല്ല ഡാമേജ് ഉണ്ട്, ഒരു സൈഡിൽ മാത്രം പ്രശ്നം ഉണ്ടെങ്കിൽ ആ പേഷ്യന് റൈറ്റ് കാല് മാത്രം വേദനിക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് പ്രശ്നം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് കാല് മാത്രം വേദനിക്കത്തുള്ളൂ. സോ എല്ലാവർക്കും സിവിയർ ആയിട്ട് ഉണ്ടാവുന്നൊന്നുമില്ല. പക്ഷെ കൂടുതൽ ഒരു 80% ആൾക്കാർക്ക് ഈ വേദന വരുന്നുണ്ട്. സോ നമ്മൾ ജീവിതശൈലി മാറുന്നതുകൊണ്ടും ഇരുന്ന് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുമ്പോൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണ എല്ലാവർക്കും ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് L4 L5 L5 S1 ഇപ്പോൾ ആ ഭാഗത്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേദന വരും, ഏത് ഭാഗത്തൊക്കെ വേദന വരും എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ L4 പ്രശ്നമാണെങ്കിൽ ഈ L4 നെർവ് റൂട്ട് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിലുള്ള കാലിനെയാണ്. അപ്പോൾ പേഷ്യന്റിന് L4 പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ട് തൈസിൽ വേദന പറയും. ഇപ്പോൾ L5 പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൻ്റെ സൈഡിൽ നന്നായിട്ട് വേദന പറയും പേഷ്യൻസ്. ഇപ്പോൾ S1 പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൻ്റെ ബാക്കിലാണ് കൂടുതൽ വേദന വരും. ഇപ്പോൾ സാധാരണ എല്ലാ പേഷ്യൻറ്റിനും പറയുന്നത് ഈ 2 സൈഡിലായിരിക്കും കൂടുതൽ പ്രശ്നം. കാരണം L5 നെർവ് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല S1 അതിൻ്റെ കൂടെ തന്നെ ഡാമേജ് ആവും. സോ അപ്പോൾ കൂടുതൽ പേഷ്യൻ്റ് കാലിൻ്റെ ബാക്കിലും കാലിൻ്റെ സൈഡിലും, അത് മാത്രമല്ല ഈ കാഫ് മസിൽസ് ഉള്ള ഈ റീജിയനിലും പേഷ്യൻസ് കൂടുതൽ വേദന പറയും. ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നമുള്ള പേഷ്യൻറ്റിനൊക്കെ എന്തൊക്കെയാണ് ഡയറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ മഗ്നീഷ്യം ഉള്ള ഫുഡ് കൂടുതലായിട്ട് എടുക്കണം, കാൽഷ്യം കൂടുതലായിട്ട് എടുക്കണം, പിന്നെ വിറ്റമിൻ ഡിക്ക് കൂടുതലായിട്ട് എക്സ്പോഷർ ആവണം. വെയിലത്ത് അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് രാവിലെ, പിന്നെ ഈവനിങ് വൈകിട്ട് ഒരു 3 o'clock ശേഷം വെയിലത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുറേ നേരം നിന്നിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ബെൽറ്റ് ഇട്ടിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും, വേദനയും കുറച്ച് ബെറ്റർ ആവും. ഇല്ല ഡോക്ടർ എനിക്ക് നന്നായിട്ട് വേദന ഉണ്ട്, എന്ത് ചെയ്താലും മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു നല്ല ടിപ്സ് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ആ ടിപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പിന്നെ ആ ടിപ്സും സയൻറ്റിഫിക് റീസൺ എന്തുകൊണ്ടാണ് ഇതൊക്കെ എക്സസൈസും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ വേദന മാറുന്നുണ്ടെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു സോ മച്ച്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.